രാജ്യതലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രതിഷേധം ജനശ്രദ്ധയെ ആകർഷിച്ചു. ദില്ലി സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികളാണ് പ്രതിഷേധം നടത്തിയത്. 10 വർഷമായി അനാരോഗ്യത്തെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ച കമ്മീഷന്റെ വേർപാട് ദുഃഖത്തോടെ അറിയിക്കുന്നുവെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി നിയമിതരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗണേഷ് കുമാർ, ഡോക്ടർ സുഖ്ബീർ സിംഗ് സിന്ധു എന്നിവരുടെ ചിത്രങ്ങളും ഒരു പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. എക്സിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററുകൾ അതിവേഗം തന്നെ വൈറലായി മാറുകയും ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിലെ രാമക്ഷേത്ര പരാമർശത്തിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഗുരു ഗ്രന്ഥ സാഹിബ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ചൂണ്ടിക്കാട്ടിയതിലും പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് കമ്മീഷൻ നിലപാടെടുത്തത്. പ്രചാരണ റാലികളിൽ മോദി മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്ന പരാതി പരിഗണിക്കുകയായിരുന്നു കമ്മീഷൻ. രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയ്ക്കെടുത്തില്ല. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ് വലിയ വിവാദത്തിലായത്. രാജ്യത്തെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും കോൺഗ്രസ് വീതിച്ചു നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. CPM-ഉം ഒരു കൂട്ടം സാമൂഹിക പ്രവർത്തകരും മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. മോദിക്കും BJP-ക്കുമെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് CPM ആവശ്യപ്പെട്ടിരുന്നത്. തങ്ങളുടെ പരസ്യങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് അടക്കം മതപരമായ കാര്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്നതും തെരഞ്ഞെടുപ്പ് സമയത്ത് ദൂരദർശനിലെ ലോഗോയുടെ നിറം കാവിയാക്കിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടും അടക്കം 16 പരാതികളാണ് BJP-ക്കെതിരെ കോൺഗ്രസ് നൽകിയത്. അതേസമയം കോൺഗ്രസിന്റെ പരാതിയെക്കുറിച്ച് പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് തയ്യാറായില്ല. എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ അടക്കമുള്ള മുഴുവൻ പരാതികളും പോൾ പാനൽ പരിശോധിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വൃത്തങ്ങൾ അറിയിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയുള്ള BJP-യുടെ പരാതിയും പരിശോധിക്കുകയാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. മോദിയുടെ ഈ പരാമർശമാണ് പിന്നീട് വിവാദമായതും. അതേസമയം കഴിഞ്ഞ ദിവസവും ഉത്തർപ്രദേശിലെ അലിഗഡിലും മോദി വിവാദ പരാമർശം നടത്തിയിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു മോദി പറഞ്ഞത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാവുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മോദിയുടെ വാക്കുകൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും. കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുക്കും. അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടെന്നും മോദി പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നടന്ന കോൺഗ്രസ് BJP റാലിയിൽ ഈ വിഷയം കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ഇരു പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ വിഷയം ഏറ്റെടുത്തതോടെ ദേശീയ പാർട്ടികൾ സാമുദായിക ധ്രുവീകരണം നടത്തുന്നതായി ആരോപണങ്ങൾ ഉയർന്നു. ഇതേ തുടർന്ന് ഈ വിഷയത്തിൽ പരാതിയുമായി നിരവധി പേർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. തുടർന്ന് ദിവസങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഒടുവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുകയാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനുള്ള പ്രചാരണം ബുധനാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് ഇന്ന് നടക്കും. രാഹുൽ ഗാന്ധി, ശശി തരൂർ, ഹേമ മാലിനി അടക്കം നിരവധി പ്രമുഖർ ജനവിധി തേടുന്നതാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി മോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടത്തിയെന്ന പരാതി ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധയിൽപ്പെട്ടു. പ്രധാനമന്ത്രി മോദിക്കും രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഏപ്രിൽ 29 രാവിലെ 11 മണിക്കകം മറുപടി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ഇരുവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത്. നേതാക്കൾ മതത്തിന്റെയോ ജാതിയുടെയും സമുദായത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിദ്വേഷം, വിഭജനം സൃഷ്ടിക്കുന്നുവെന്ന് BJP-യും കോൺഗ്രസും പരസ്പരം ആരോപിച്ചിരുന്നു.